അരുൺ മാതേശ്വറിന്റെ സംവിധാനത്തിൽ ലോകേഷ് കനകരാജ് നായകനായി എത്തി വാമിക ഗപ്പി നായികയെ എത്തിയ ചിത്രമാണ് DC ദാസൻ ചന്ദ്ര. ഒരു എക്സ്പാൻഷനിൽ പറയുകയാണെങ്കിൽ ഈ സിനിമ ഓഗസ്റ്റ് 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ഓഗസ്റ്റ് 7-ാം തീയതിയാണ് മലയാളത്തിൽ നിന്ന് തുടക്കം എന്ന് പറഞ്ഞ സിനിമയും കൂടി റിലീസിലെത്തിയത്. മാധ്യമ കണ്ണുകളെല്ലാം തുടക്കത്തിന് മേലെയായിരുന്നു. കാരണം വിസ്മയ മോഹൻലാൽ ആദ്യമായി നായികയെ എത്തുന്ന സിനിമയാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ ഹൈപ്പ് കൂടുതലാണ്. മോഹൻലാലിന്റെ മകളുടെ ആദ്യത്തെ സിനിമയാണ്. മാധ്യമ കണ്ണുകളെല്ലാം അങ്ങോട്ടേക്കാണ് പോയത്. പക്ഷേ അന്യ സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സിനിമ, ഒരു ബാങ്ങർ സിനിമ വന്നു പോയത് പിന്നീട് പതുക്കെ പതുക്കെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആളുകൾ പിടിച്ചു കയറി. ഇപ്പോൾ DC ബുക്കിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെൻഡിങ് ഫാക്ടറായിട്ട് നിൽക്കുകയാണ്. വൈ? എന്തുകൊണ്ട് സംഭവിച്ചു? ക്യാപ്റ്റൻ മില്ലർ പോലൊരു സിനിമ വലിയ ഹൈപ്പിലെടുത്ത അരുൺ മാതേശ്വറിനെ പോലൊരു സംവിധായകൻ, എന്നാൽ ആ ചിത്രത്തിന് ഡെലിവർ ചെയ്യാൻ കഴിയാതെ പോയതിനു ശേഷം അരുണിന്റെ ഫിലിമോഗ്രഫിയിൽ ഉണ്ടായ ഒരു പ്രശ്നമുണ്ട്. റോക്കി പോലൊരു സിനിമ എടുത്ത് ഞെട്ടിപ്പിച്ച ഡയറക്ടർ ക്യാപ്റ്റൻ മില്ലർ പോലൊരു സിനിമ ധനുഷിനെ വെച്ചെടുത്തതിനു ശേഷം ഓഡിയൻസിന് ഫേവറബിൾ ആവുന്ന രീതിയിൽ ആ സിനിമ മാറാത്തതിന് പക്ഷം ലോകേഷിനെ വെച്ചൊരു സിനിമ എടുക്കുന്നു. ലോകേഷ് ആവട്ടെ ഇതേ സമയത്ത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കൂലി എടുത്തതിന്റെ പേരിൽ കിട്ടിയ ബാക്ക്ലാഷസിന്റെ പുറത്ത് നിൽക്കുന്ന സമയത്താണ് DC കമ്മിറ്റ് ചെയ്യുന്നതും അതിന്റെ ഷൂട്ടിംഗ് പ്രോസസ്സും നടക്കുന്നതും. ഒരു തരത്തിലും ഈ ചിത്രത്തിന് ഹൈപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം അനിരുദ്ധാണ് ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദ സോങ്സ്, ആൽബംസ്, BGMs ഒക്കെ തന്നെ റിലീസിന് മുന്നേ തന്നെ ട്രെൻഡിങ് ആയിരുന്നു. ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ അതില്ലാത്ത ഒരു റീല് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ പാടാണ്. കാരണം അത്രയധികം എല്ലാ റീലിലും യൂസ് ചെയ്യപ്പെടുന്ന ഒരു BGM ആയിട്ട് DC രാഗ് ഓഫ് റിവെഞ്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ പല മ്യൂസിക്കും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയായിരുന്നു ഈ സിനിമയുടെ പോക്ക് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഈ സിനിമ ഡെലിവർ ചെയ്യുമ്പോഴാണ് ആളുകൾക്കൊരു ഞെട്ടൽ ഉണ്ടാകുന്നത്. കാരണം ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന രണ്ടുപേര് നമ്മൾ യുണൈറ്റ് ചെയ്യുന്ന സിനിമയാണ്. അരുൺ മാതേശ്വർ ആയിക്കോട്ടെ, അരുൺ മാതേശ്വറിന്റെ വർക്ക്സിനെ കുറിച്ച് കാണുന്നതല്ല. ബിക്കോസ് ഓഫ് ഹിസ് ലാസ്റ്റ് പ്രോജക്ട് വാസ് നോട്ട് എ ബ്രില്യന്റ് സക്സസ് ഇൻ ബോക്സ് ഓഫീസ്. ആ ഹൈപ്പ് കുറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ലോകേഷ് ആവട്ടെ ഇത്രയും വലിയൊരു സ്റ്റാർഡം വെച്ചുകൊണ്ടിരുന്ന ആക്ടേഴ്സ്, ഇപ്പം ആമിർ ഖാൻ, രജനീകാന്ത്, അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അത്രയധികം ഹൈപ്പിൽ, ഉപേന്ദ്ര ആയിക്കോട്ടെ, നാഗാർജുനെ കൊണ്ടുവരുന്ന ആയിക്കോട്ടെ, സൗബിനെ കൊണ്ടുവന്ന ആയിക്കോട്ടെ, ഇത്രയധികം ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഒരു സിനിമ നേരെ ഡെലിവർ ചെയ്യാൻ പറ്റാത്തതിന്റെ എല്ലാ ബാക്ക്ലാഷസും നേടി നിൽക്കുന്ന ഒരു സമയത്താണ് ലോകേഷ് ആവട്ടെ പിന്നീട് മാധ്യമങ്ങളോട് മുന്നിൽ വന്നിട്ട് തനിക്ക് സംഭവിച്ചു പോയ കാര്യങ്ങളെ ഉൾപ്പെടെ സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് തെലുങ്കിലേക്ക് പോവാണ്. അല്ലു അർജുന നായകനായിക്കൊണ്ട് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞുള്ളൊരു അനൗൺസ്മെന്റ് വന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നീടുള്ള അപ്ഡേറ്റുകൾ എന്താണെന്നുള്ളത് വെയിറ്റ് ചെയ്യണം. പക്ഷെ അങ്ങനെ കരിയറിന്റെ ഭയങ്കരമായ പീക്കിൽ നിന്ന് ഒറ്റപ്പടം കൊണ്ട് താഴേക്ക് പോയി പിന്നീട് ഒരു ഗ്രാഫ് കയറ്റി വരാൻ ഒരു വർഷമാണ് ലോകേഷ് കനകരാജിന് എടുത്ത ടൈം. അതാണ് ഈ DC-യിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്നത് അതിന്റെ സ്റ്റോറി ലൈൻ, അതിന്റെ സ്ക്രിപ്റ്റ്, ലോകേഷിന്റെ പെർഫോമൻസ് ഉൾപ്പെടെ ഒരു ഡയറക്ടർ എന്ന രീതിയിലേക്കാൾ ഉപരി ഒരു ആക്ടർ എന്ന രീതിയിൽ ലോകേഷിന് ഓഡിയൻസിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു പോയിന്റാണ്. ലോകേഷ് മാസ്റ്ററിൽ ഒരു ചെറിയ ക്യാമിയോ ചെയ്തിട്ടുണ്ട്. ഒറ്റ ഷോട്ടോ അല്ലെങ്കിൽ 2 ഷോട്ടോ വന്നത് ഒരു സീനാണ്. അതിൽ ഡയലോഗ്സ് പോലും വളരെ കുറവാണ്. അതല്ലാതെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഒരു ഹീറോ ഓറിയന്റഡ് സബ്ജക്ട്, ഒരു ഹീറോയിൻ ഓറിയന്റഡ് സബ്ജക്റ്റിൽ ഇത്രയും നല്ലൊരു ടെക്നീഷ്യനായ അരുൺ മാതേശ്വറിനെ വെച്ചുകൊണ്ട് അനിരുദ്ധിന്റെ ബാങ്ങർ BGMസിൽ ഈ സിനിമ പോകുന്ന ഒരു പോക്ക് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത്. കാരണം ഈ സിനിമയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹൈപ്പും ഉണ്ടായിരുന്നില്ല. ആളുകൾ ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് പലരും സ്വാഭാവികമായിട്ട് ലോകേഷ് ഫാൻസ് ആൻഡ് ലോകേഷിന് കിട്ടിക്കൊണ്ടിരുന്ന ഈ ഒരു വർഷക്കാലയളവിലുള്ള ട്രോളുകൾ, അത് ട്രോൾസ് മാത്രമല്ല, അബ്യൂസിങ്, പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോവുക, വ്യക്തിഹത്യകൾ, ഇതിന്റെയൊക്കെ പല ബൗണ്ടറീസും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ലോകേഷിനെതിരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകേഷ് ആവട്ടെ ചെയ്തൊരു തെറ്റ് കൂലി നേരെ ഡെലിവർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ആ സിനിമ ഡെലിവർ ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ ഒരു വർഷത്തോളം വേട്ടയാടൽ കിട്ടിക്കൊണ്ടിരുന്ന ആ സംവിധായകൻ ഇന്ന് വന്ന് അതേ മറ്റൊരു വർഷത്തിൽ, അടുത്ത വർഷത്തിൽ അതേ ഓഗസ്റ്റ് മാസത്തിൽ വന്നിട്ട് ഈ പറഞ്ഞവരെ കൊണ്ടൊക്കെ തിരിച്ചു പറയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാസ് പരിപാടി നമ്മൾ ഓൺ സ്ക്രീൻ ആൻഡ് ഓഫ് സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആൻഡ് DC ഈസ് ഗെറ്റിംഗ് ട്രെമൻഡസ് ബുക്കിംഗ്. നമ്മൾ ഓരോ ബുക്കിംഗ് ആപ്പുകൾ, ഇപ്പം ബുക്ക് മൈ ഷോ ആയാലും ഡിസ്ട്രിക്ട് ആയാലും പല തരത്തിലുള്ള ബുക്കിംഗ് ആപ്സ് ഉണ്ടല്ലോ. ഈ ബുക്കിംഗ് ആപ്സിലൊക്കെ കയറി പോകുമ്പോൾ പോലും ഇതിന്റെ ഹൈപ്പ് എന്ന് പറയുന്നത് അത്രമാത്രം ഭീകരമാണ്. ഇന്നും ഓൺ എ വർക്കിംഗ് ഡേ ലാസ്റ്റ് 1 hour ബുക്കിംഗ് ഷോയെ പോലും 10,000-ന് മുകളിൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ രാത്രി 12 മണിക്ക് എക്സ്ട്രാ ഷോസ് ഓൺ എ വർക്കിംഗ് ഡേ ചാർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഇതുപോലുള്ള സംഭവങ്ങൾ കണ്ടത് അടുത്ത കാലത്ത് ഒരു തമിഴ് പടത്തിലെ ഒരു ബ്ലാസ്റ്റാണ്. അർജുൻ സർജ നായകനായി വന്ന് ഒരു ബ്ലാസ്റ്റ്. അതായത് ഒരു സ്റ്റാർ ഡ്രോണായി പൊക്കോണ്ടിരിക്കുന്ന ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് സിനിമകൾ വരുന്നത് നമ്മൾ തമിഴ് സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മലയാളത്തിൽ കുറച്ചധികം വർഷങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ ടെംപ്ലേറ്റ്, അതേ വേവാണ് ഇപ്പോൾ തമിഴ് സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനനായകൻ പോലൊരു സിനിമ 350 കോടി കളക്ട് ചെയ്തു എന്നതിനെ പറ്റി വലിയ ചർച്ച നടക്കുന്നുണ്ട്. 1.5
ഏതാ പറയുക, 1.5 കോടിയിലധികം ആളുകൾ കണ്ട് ലീക്ഡ് പ്രിന്റ്, അല്ലെങ്കിൽ 7 മാസം വൈകിയുള്ള റിലീസ്, ഇതുപോലുള്ള പല ആസ്പെക്റ്റിൽ നിന്നുകൊണ്ടാണ് 350 കോടി ജനനായകൻ തിയേറ്ററിൽ കളക്ട് ചെയ്തത്. അത് വിജയുടെ സ്റ്റാർഡമാണെന്ന് പറയുന്നത്. പക്ഷേ തമിഴ് സിനിമ ഇൻഡസ്ട്രി ഈസ് ഗോയിങ് ഇൻ എ വേ ദാറ്റ് സ്റ്റാർഡമും കണ്ടന്റും രണ്ടും ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളത്. ഒരു ഘട്ടത്തിൽ തമിഴ് സിനിമ ലാക്ക് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഓഡിയൻസിന്റെ റിസപ്ഷൻ ആയിരുന്നു. പക്ഷെ ഇന്ന് DC-യിലേക്ക് വരുമ്പോഴേക്കും ആ തമിഴ് ഓഡിയൻസ് സ്റ്റാർസിന്റെ പുറകെ മാത്രം പോവാതെ ആ സിനിമയ്ക്ക് ഒരു കണ്ടന്റ് ഉണ്ട്, അത് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ ആളുകൾ തിയേറ്ററിലേക്ക് വന്നത് അത് റിസീവ് ചെയ്യാൻ തയ്യാറാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് TC എന്ന് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ സഞ്ജന കൃഷ്ണമൂർത്തി ചെയ്ത കഥാപാത്രമായിക്കോട്ടെ, വാമികയുടെ കഥാപാത്രമായാലും, ലോകേഷിനായാലും, ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പല റൈറ്റപ്സ് ആളുകൾ എഴുതുന്നുണ്ട്, ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലും ആളുകൾ ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ Day 1 കളക്ഷനിൽ Day 2, Day 2 അല്ല Day 3, ഇതിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കൺമുന്നിൽ കൂടെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. അതും ഇതിന്റെ സ്വീറ്റ്നെസ് എവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ട്രോൾ ചെയ്യപ്പെടുന്ന സംവിധായകർ, അതായത് അരുൺ മാതേശ്വരായാലും ലോകേഷ് ആയാലും, ഇന്ന് വ്യത്യസ്തമായ അവതാരത്തിൽ വന്നിട്ട് ബോക്സ് ഓഫീസിൽ ഇത്രയും വലിയ വിജയം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അതിന്റെ പ്രസക്തി ഏറുന്നതായിട്ട് പറയുന്നത്. സോ DC ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഹൈപ്പ് ആദ്യം ഇതിനു മുമ്പ് അല്ലെങ്കിൽ പ്രോജക്റ്റിന്റെ സമയത്ത് പോലും അതിന്റെ ടീസറൊക്കെ ഇറങ്ങി വിടുന്ന സമയത്തായാലും ഇതെന്താണ് ഇത് സംഭവം, ബ്ലഡ് ഷെഡ്സ് മാത്രമാണല്ലോ എന്ന് ചിന്തിപ്പിക്കുന്നിടത്താണ് അഴുതിൻ്റെയും കൂടി ഒരു മാജിക്കൽ ഫ്ലേവറിൽ ഈ സിനിമ ഇത്രയും വലിയൊരു സക്സസ് ബോക്സ് ഓഫീസിൽ മാറുന്നത്. എന്തോ ആയിക്കോട്ടെ, ബോക്സ് ഓഫീസ് വേർഡിക്റ്റ് നിങ്ങൾക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ അൾട്ടിമേറ്റ്ലി പ്രൊഡ്യൂസർ ഹാപ്പി, ആളുകൾ ഹാപ്പി, തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, കിട്ടി, സാധനം കിട്ടി. അത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ DC-ക്ക് കഴിയുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയത്തിലേക്ക് DC മുന്നോട്ട് പോകുന്നതും. ഒരു ഘട്ടത്തിൽ ഒരു ഹൈപ്പും ഇല്ലാതിരുന്ന പടം, ആർക്കും ഒരു പ്രതീക്ഷയില്ലാതിരുന്ന സിനിമ, ഇന്ന് എത്തി നിൽക്കുന്ന സ്റ്റേച്ചറും മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റേച്ചറും ഒരു വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ലോകേഷിന്റെ അടുത്ത ഫിൽമോഗ്രഫിയിലേക്ക് ആളുകൾ നോക്കുന്നുണ്ട്. LCU എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റൊക്കെ ഇപ്പോഴും ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ ആക്ടിംഗ് ഫീൽഡിലേക്കും കൂടി അത് വരികയാണെങ്കിൽ ഒരു പക്ഷേ ഒരു വലിയ ഹൈപ്പ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് DC-ക്ക് മാത്രമല്ല ലോകേഷിന് ഉൾപ്പെടെ മാറുന്ന കാഴ്ചയാണ് കാണുന്നത്.